അവൾ എപ്പോഴും എന്നെ പിന്തുണയ്ക്കുന്നു. ഞാൻ എപ്പോഴും നിന്നെ ഓർക്കും. ഇങ്ങനെ എപ്പോഴും എന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഓൾവേസ്. ഓൾവേസ്. അവൾ എപ്പോഴും എന്നെ പിന്തുണയ്ക്കുന്നു. ഷീ ഓൾവേസ് സപ്പോർട്ട്സ് മീ. ഞാൻ എപ്പോഴും നിന്നെ ഓർക്കും. ഐ വിൽ ഓൾവേസ് റിമെമ്പർ യു. അവൻ എപ്പോഴും സത്യമാണ് പറയുന്നത്. ഹി ഓൾവേസ് ടെൽസ് ദ ട്രൂത്ത്. ഹി ഓൾവേസ് ടെൽസ് ദ ട്രൂത്ത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ഓൾവേസ് സ്റ്റേ ഹാപ്പി. ഓൾവേസ് സ്റ്റേ ഹാപ്പി. എപ്പോഴും നല്ല കാര്യങ്ങൾ ഓർക്കുക. ഇതെങ്ങനെ പറയാ? ഞാൻ അവളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും തുടങ്ങാം. ഇങ്ങനെ വീണ്ടും എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? അഗെയിൻ. ഞാൻ അവളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു സീ ഹർ അഗെയിൻ. ഐ വാണ്ട് ടു സീ ഹർ അഗെയിൻ. ഈ കഥ വീണ്ടും പറയാമോ? ക്യാൻ യു ടെൽ ദി സ്റ്റോറി അഗെയിൻ? ക്യാൻ യു ടെൽ ദി സ്റ്റോറി അഗെയിൻ? അവൻ വീണ്ടും ശ്രമിച്ചു. ഹി ട്രൈഡ് അഗെയിൻ. ഹി ട്രൈഡ് അഗെയിൻ. നമുക്ക് വീണ്ടും തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് അഗെയിൻ. ലെറ്റ്സ് സ്റ്റാർട്ട് അഗെയിൻ. ആ ദിവസങ്ങൾ വീണ്ടും വരുമോ? ഇതെങ്ങനെയാ പറയാ? കമന്റ് ചെയ്യൂ കേട്ടോ. അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോഴും എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? സ്റ്റിൽ. നീ ഇപ്പോഴും എന്നെ കാത്തിരിക്കുകയാണോ? ആർ യു സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മീ? അവൾ ഇപ്പോഴും ഉറങ്ങുകയാണ്. ഷീ ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ്. അവൻ ഇപ്പോഴും എന്നെ ഓർക്കുന്നു. ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് മീ. ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് മീ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ഇംഗ്ലീഷ് ടിപ്സിന് വേണ്ടി എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ടെൽ എന്നുള്ളൊരു വേർഡ് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് നോക്കാം. ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ പറയാറുണ്ടോ? ഡു ഐ ടെൽ? ഞാൻ പറയാറില്ലേ? ഡോണ്ട് ഐ ടെൽ? ഞാൻ പറഞ്ഞു. ഐ ടോൾഡ്. ഞാൻ പറഞ്ഞില്ല. ഐ ഡിഡ്ന്റ് ടെൽ. ഐ ഡിഡ്ന്റ് ടെൽ. ഞാൻ പറഞ്ഞു. ഡിഡ് ഐ ടെൽ? ഞാൻ പറഞ്ഞില്ലേ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതുപോലെ നിങ്ങൾ റൈറ്റ് എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ട് ഇങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കൂ.